നമസ്കാരം. ദക്ഷിണേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികൾക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. സാധാരണ ബാക്കി വന്ന ചോറ് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാറുണ്ട്. ഉച്ചക്കത്തെ ചോറ് അന്ന് തന്നെ രാത്രിയിലത്തേക്ക് ചൂടാക്കി എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ദിവസങ്ങൾ ഇത്തരത്തിൽ ചൂടാക്കി എടുക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നല്ലതാണോ? എന്നാൽ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല. ചോറ് വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. നമുക്കുണ്ടാകുന്ന ചില വയറുവേദനകൾ, പ്രത്യേകിച്ച് ഇൻഫെക്ഷനുകളോ അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ്ങോ ഒക്കെ ഒരുപക്ഷെ ഇതുമൂലമാകാം. പക്ഷെ ചോറായതുകൊണ്ട് ഇതിനെ ആരും സംശയിക്കില്ല. മറ്റ് ഭക്ഷണങ്ങളാകും ഇതിൻ്റെ കാരണക്കാർ എന്നായിരിക്കും നമ്മൾ കരുതുക. എന്തായാലും ചോറിലൂടെ ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിൻ്റെ മൂലകാരണം ബാസിലസ് ബാക്ടീരിയയുടെ സാന്നിധ്യമാണ്. വളരെ നേരം ഊഷ്മാവിൽ അവശേഷിക്കുന്ന ചോറിൽ ഇവ പെരുകിക്കൊണ്ടേയിരിക്കും. മതിയായ താപനിലയിൽ എത്താതെ ചോറ് വീണ്ടും ചൂടാകുന്നത് ഈ ബാക്ടീരിയകളെ അതിജീവിക്കാനും വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കും. പേരിന് കയ്യിലെടുക്കാൻ പാകത്തിനൊന്ന് ചൂടാക്കി വിളമ്പാനേ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷേ ഈ ബാക്ടീരിയകൾ പെരുകാനേ ഇത് വഴിവെക്കുകയുള്ളൂ. പല രീതികളിലായിട്ടായിരിക്കും ഇത് അസ്വസ്ഥതകളായി നമ്മൾ വരിക. ഇത് കടുത്ത വയറുവേദന, വയറിളക്കം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് വരുന്നത്. കൂടാതെ കൂടുതൽ നേരം റെഫ്രിജറേറ്ററിൽ ചോറ് സൂക്ഷിക്കുന്നത് ഫംഗസ് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. ഈർപ്പമുള്ള അന്തരീക്ഷം മൂലം കരളിനെ നശിപ്പിക്കുന്ന അഫ്ലോടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ആശങ്കകളുടെ വെളിച്ചത്തിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ഉചിതമാണോ എന്ന്. പതിവായി ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നല്ല കാര്യമല്ല. പാകം ചെയ്തതിന് ശേഷം അല്പം നെയ്യ് ചേർത്ത് ചോറ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. എടുത്തു വയ്ക്കണമെങ്കിൽ ചോറ് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളത്തിലിട്ട് ഉടൻ ഫ്രിഡ്ജിൽ വയ്ക്കണം. 24 മണിക്കൂറിൽ അത് കൂടാൻ പാടില്ല. ബാക്കിയുള്ള ചോറ് വീണ്ടും ചൂടാകുന്നത് ഒഴിവാക്കാനാകാത്ത സന്ദർഭങ്ങളിൽ ചോറ് ആവി കൊള്ളുന്ന ചൂടിൽ എടുത്തുവെന്ന് ഉറപ്പാക്കുന്നത് ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒരു മൈക്രോവേവ് അവനിലൂടെയോ അല്ലെങ്കിൽ സ്റ്റൗ ഉപയോഗിച്ചോ ചോറ് സുരക്ഷിതമായി വീണ്ടും ചൂടാക്കി എടുക്കാം. പക്ഷേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക, ഇത് പൂർണ്ണമായും ചൂടാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. മൈക്രോവേവ് ചെയ്യുമ്പോൾ ഒരു കപ്പ് ചോറിന് 1 ടീസ്പൂൺ സ്പൂൺ വെള്ളം ചേർക്കുന്നത് ചൂട് തുല്യമായി എല്ലായിടത്തും എത്തിപ്പെടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ചോറ് വീണ്ടും ചൂടാക്കുന്നതിൻ്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ സുരക്ഷിതമായ ഭക്ഷണം തയ്യാറാക്കലും ഉപഭോഗ രീതികളും സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അടിവരയിടുന്നുണ്ട്. ബാക്കി വന്ന ചോറ് സൂക്ഷിക്കുന്നതിനും വീണ്ടും ചൂടാക്കുന്നതിനുമുള്ള ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നല്ലതായിരിക്കും. പരമാവധി ആവശ്യത്തിനുള്ള അരി മാത്രം എടുക്കുക. കണക്കനുസരിച്ച് ഒരാൾ എത്ര കഴിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ അനാവശ്യമായി ചോറ് അല്ലെങ്കിൽ അരിവാരി ഇട്ട ചോറ് മിച്ചം വരുത്തി അത് പിന്നെ കഴിക്കാം, അല്ലെങ്കിൽ നാളെയും മറ്റന്നാളും ഉപയോഗിക്കാവുന്ന രീതിയിൽ വയ്ക്കുന്നത് അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ആവശ്യമുള്ള ചോറ് വെക്കുക. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കീശയ്ക്കും നല്ലത്.